അഷ്കർ, ഇപ്പോൾ ഏറ്റവും അവസാനം ലഭിക്കുന്ന ഏറ്റവും നിർണായകമായ വിവരം എന്ന് പറയുന്നത് അരമണിക്കൂറോളം സമയം ഈ അവസാന ലൊക്കേഷൻ, അതായത് കാനറ ബാങ്കിന്റെ അടുത്ത് പെൺകുട്ടികൾ ചിലവഴിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ പരിസരം കേന്ദ്രീകരിച്ച് കൂടുതൽ തിരച്ചിൽ നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതും. എന്തായാലും ഈ അവസാന ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ ഈ റെയിൽവേ സ്റ്റേഷന് സമീപമാണെന്നും കണ്ടെത്തുന്നു. അപ്പോൾ എന്തൊക്കെ സാധ്യതകളാകും എന്നുള്ളതാണ്. അല്പസമയം മുമ്പാണ് പോലീസിന് ഇപ്പോൾ ഏറ്റവും നിർണായകമായ ഒരു ലൊക്കേഷൻ ലഭിച്ചിരിക്കുന്നത്. അത് ഈ CST റെയിൽവേ സ്റ്റേഷൻ സമീപം അവിടെ ഒരു കാനറ ബാങ്കിന്റെ ATM ഉണ്ട്. ആ ATMന്റെ മുമ്പിലായിട്ടാണ് ഏകദേശം അരമണിക്കൂറോളം സമയം ഈ പെൺകുട്ടികൾ ഉണ്ടായിരുന്നത്. ആ പെൺകുട്ടികളുടെ ലൊക്കേഷനാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഏറ്റവും നിർണായകമായ ഒരു ലൊക്കേഷൻ എന്ന് തന്നെ പറയേണ്ടി വരും. അതോ പെൺകുട്ടികളുടെ അടുത്തേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. അത്രയും ആശ്വാസകരമായ ഒരു ലൊക്കേഷൻ കൂടി ഈ ഘട്ടത്തിൽ പോലീസിന് ലഭിച്ചിരിക്കുന്നു. രാത്രി 11 മണിക്ക് ശേഷമാണ് ഇപ്പോൾ ഈ ലൊക്കേഷൻ ലഭിച്ചിരിക്കുന്നത്. അഥവാ ഏകദേശം 20-25 മിനിറ്റ് മുമ്പ് പോലീസിന് ലഭിച്ച ഏറ്റവും നിർണായകമായ ലൊക്കേഷനാണ്. അവിടെ ഏകദേശം അരമണിക്കൂറോളം സമയം അവിടെ ഉണ്ടായിരുന്നു. അരമണിക്കൂറോളം സമയം അവിടെ ഈ പെൺകുട്ടികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ കാനറ ബാങ്ക് ATMന് സമീപം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതിനടിസ്ഥാനത്തിൽ ഇപ്പോൾ കൂടുതൽ അവിടുത്തെ നാട്ടുകാരടക്കമുള്ള കൂടുതൽ ആളുകളെ പോലീസ് അവിടേക്ക് വിട്ടിട്ടുണ്ട്. അവിടെ വ്യാപകമായ പരിശോധന തന്നെ പെൺകുട്ടികൾക്ക് വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ നമുക്ക് അവരെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷയാണ് ഇപ്പോൾ പോലീസ് പങ്കുവെക്കുന്നത്. അതായത് 11 മണിയോടെ ലഭിച്ച അരമണിക്കൂർ മുൻപ് വരെ ആ പരിസരത്തുണ്ടായിരുന്നു. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് നടത്തുന്ന തിരച്ചിൽ, അല്ലെങ്കിൽ ആ പരിസരം, പെൺകുട്ടികളുടെ കയ്യിലുണ്ടായിരുന്നത് പൈസ 10,000 രൂപയോളം സലൂണിൽ ചിലവാക്കി. അപ്പോൾ പണത്തിനുൾപ്പെടെ ആവശ്യമുണ്ടാകും. തിരിച്ച് ട്രെയിൻ കയറണമെങ്കിലോ മറ്റാവശ്യങ്ങൾക്കോ ഒക്കെ, ഭക്ഷണത്തിനോ ഒക്കെ വേണ്ടി മറ്റ് പണം ഉൾപ്പെടെ ചിലവുണ്ട്. അതുകൊണ്ടാണ് കാനറ ബാങ്കിന്റെ സമീപം എത്തിയിരിക്കുന്നത് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് കൂടി എത്തുകയാണ്. അപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷൻ പരിസരം അവിടെ വിട്ടുപോകാൻ അധികം സാധ്യത കാണുന്നില്ല അല്ലേ അഷ്കർ? ഈ പെൺകുട്ടികൾ ഇപ്പോഴും ഈ ഛത്രപതി ശിവജി ടെർമിനൽ അഥവാ CST റെയിൽവേ സ്റ്റേഷൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ്. അത് വലിയ ആൾക്കൂട്ടമുള്ള ജനനിബിഡമായ, ഏത് പാതിരാത്രിക്കും വലിയ ആൾക്കൂട്ടം ഉണ്ടാകുന്ന റെയിൽവേ സ്റ്റേഷനാണ്. അതിന് തൊട്ട് സമീപത്ത് തന്നെയാണ്, ഏതാനും മീറ്ററുകൾക്ക് അകലെയാണ് ഇപ്പോഴും ഈ പെൺകുട്ടികൾ ഉള്ളത് എന്നാണ് ഇപ്പോൾ പോലീസിന് ലഭിക്കുന്ന ലൊക്കേഷൻ വെച്ച് പോലീസ് ട്രേസ് ചെയ്ത് മനസ്സിലാക്കുന്നത്. അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ പോലീസ് വലിയ തോതിൽ അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട്. ഓരോ നിമിഷവും ഏറ്റവും നിർണായകമായ നിമിഷങ്ങളായി തന്നെ പോലീസ് കാണുകയും ചെയ്യുന്നു. കാരണം എത്രയും പെട്ടെന്ന് പെൺകുട്ടികളെ കണ്ടെത്തുക എന്നുള്ളതാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. ഈ CST ടെർമിനലിന് സമീപം നമുക്ക് ആ ലൊക്കേഷനിൽ തന്നെ കാണാൻ കഴിയും. ഒരു കാനറ ബാങ്കിന്റെ ATM ഉണ്ട്. അതിനോട് തൊട്ട് ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിൽ ഇവർ നിൽക്കുന്നത്. ഈ പെൺകുട്ടികൾ ഏകദേശം അരമണിക്കൂറോളം സമയം അവിടെ ചെലവഴിച്ചതായാണ് കാണുന്നത്. അതിന്റെ അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു പള്ളിയും ദർഗയും ഒക്കെ ഉണ്ട്. മഗ്‌രിബി ഷാ ദർഗ